ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ എല്ലാവരും തന്നെ ഹാപ്പി ഒക്കെ ആയിട്ട് ഇരിക്കുവാണെന്ന് ഞാൻ കരുതുന്നു. ഞാനും ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ അണ്ടർ ₹100 വരുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് ഫേസ് വാഷ് ഏതാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. 100 രൂപയ്ക്ക് താഴെ വരുന്നതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷുകളിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ ഏത് ഫേസ് വാഷ് ആണെന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ എനിക്ക് പണി കിട്ടിയ ഫേസ് വാഷും ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ പുറത്തിരുന്നിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് വണ്ടികളുടെയൊക്കെ സൗണ്ട് വന്നേക്കാം, കിളികളുടെയൊക്കെ സൗണ്ട് വന്നേക്കാം. അതെല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്താൽ കൊള്ളാമായിരുന്നു, എല്ലാവരും ഇഗ്നോർ ചെയ്യണം. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണ് ഇവിടെ പറയാൻ പോകുന്നത്. എനിക്ക് വെറുതെ കള്ളത്തരയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, അല്ലാണ്ട് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അങ്ങനെയൊന്നും അല്ല. ഞാൻ എൻ്റെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോവാം അല്ലേ. ആദ്യം തന്നെ ഒരു കാര്യം പറയാലോ, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുള്ളതുപോലെ എല്ലാ ഫേസ് വാഷും, തംബ്നെയിലിൽ കാണുന്ന എല്ലാ ഫേസ് വാഷൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എന്നാലും ഞാൻ യൂസ് ചെയ്ത 100 രൂപ താഴെ വരുന്ന കുറച്ച് ഫേസ് വാഷ്, അതിൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പറയാൻ പോകുന്നത്. എനിക്ക് ഇപ്പോൾ രാവിലെ നൈസായിട്ട് മുഖത്തിന് ഒരു പണി കിട്ടിയിട്ടിരിക്കുവാണ്. ഞാനിപ്പോൾ ഫേസ് വാഷ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ലൈവായിട്ട് തന്നെ ഞാൻ ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഏതാണെന്ന് ഫേസ് ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് കാണിക്കാം, ടെക്സ്ചർ കാണിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. രാവിലെ ഫേസ് പോലും വാഷ് ചെയ്തിട്ടില്ല ഞാൻ. അപ്പോഴത്തേക്ക് ഞാൻ പറയാൻ വന്നത്, രാവിലെ എനിക്കൊരു പണി കിട്ടി, ഫേസിന് ചെറിയൊരു പണി കിട്ടി. നിങ്ങൾക്ക് ഇവിടെ ഒരു തടിപ്പ് കാണാൻ പറ്റുന്നുണ്ടാവും, എന്താണെന്ന് അറിഞ്ഞുകൂടാ. വൈകിട്ട് ഉറങ്ങാൻ നേരം എന്തോ കുത്തിയതാണെന്ന് തോന്നുന്നു, എന്തോ തടിച്ചിരിപ്പുണ്ട്. എന്ത് ചെയ്യാനാ ഗൈസ്, ഓരോ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ആലോചിക്കുന്ന ദിവസമേ ഓരോ പണികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നേരെ റിവ്യൂയിലേക്ക് പോവാം. അപ്പം ഞാൻ നേരത്തെ തൊട്ടേ യൂസ് ചെയ്ത എല്ലാ ഫേസ് വാഷിൻ്റെ ബോട്ടിലോ ട്യൂബൊന്നും എൻ്റെ ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പം ഞാൻ യൂസ് ചെയ്ത ഫേസ് വാഷിൻ്റെ പിക്ചർ ഏതെങ്കിലും ഒരു സൈഡിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പണ്ട് മുതലേ ആൾക്കാർ യൂസ് ചെയ്ത് വരുന്ന ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത് ഹിമാലയയുടെ ഫേസ് വാഷ് തന്നെയാണ്. പണ്ട് മാത്രമല്ല, ഇപ്പോഴും കുറേ ആൾക്കാരൊക്കെ ഹിമാലയയുടെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നവർ കാണും. അപ്പം ഞാനും പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹിമാലയയുടെ ഫേസ് വാഷ് തന്നെയാണ്. ഹിമാലയയുടെ നീം ഫേസ് വാഷാണ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു ഫേസ് വാഷ്. അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഗുണം ഉണ്ടായതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എങ്ങനെ അധികം പിമ്പിൾസ് വരുന്ന ഒരാളുമല്ല, എനിക്ക് ഇടയ്ക്ക് മാത്രം പിമ്പിൾസ് വല്ലതും വരും. അത് ഞാൻ പൊട്ടിക്കാണ്ടിരിക്കുമ്പോൾ അത് താനേ പൊയ്ക്കോളും. നിങ്ങൾ പൊട്ടിക്കാൻ നിൽക്കുമ്പോഴാണ് നമുക്ക് അവിടെ പാടൊക്കെ വീഴുന്നതും. പിമ്പിൾസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ പൊട്ടിക്കാതിരിക്കുക. ഹിമാലയയുടെ നീം ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊരു ഫ്രഷ് ലുക്ക് കിട്ടും, ഫേസിലെ ഡേർട്ടൊക്കെ റിമൂവ് ആക്കുന്നല്ലാണ്ട് എനിക്ക് അങ്ങനെ വലിയ ബെനഫിറ്റ് ഒന്നും ഹിമാലയയുടെ നീം ഫേസ് വാഷിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഹിമാലയയുടെ നീം ഫേസ് വാഷിൻ്റെ പിക്ചർ ഞാനിവിടെ കൊടുക്കാം. 100 രൂപയ്ക്ക് താഴെ അതിൻ്റെ റേറ്റും വരുന്നുള്ളൂ. നെക്സ്റ്റ് വരുന്നത് ഹിമാലയയുടെ അലോവേറ ഫേസ് വാഷ് ആണ് വരുന്നത്. അതെനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഫേസ് വാഷ് ആണ്. ഞാൻ വീണ്ടും റീപർച്ചേസ് ചെയ്തിട്ടുള്ളൊരു ഫേസ് വാഷ് ആണെന്നും കൂടി പറയാം. ഞാൻ +1 പഠിക്കുമ്പോൾ ആണെങ്കിലും എപ്പോഴും ഞാൻ ഹിമാലയയുടെ അലോവേറ ഫേസ് വാഷ് തന്നെയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആ ഒരു ഫേസ് വാഷ് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ കുറേ റീപർച്ചേസ് ചെയ്തിട്ടുള്ളൊരു ഫേസ് വാഷാണത്. വളരെയധികം എനിക്ക് ഇഷ്ടമുള്ളൊരു ഫേസ് വാഷാണ്. പ്രത്യേകിച്ച് അതിൻ്റെ കാര്യം എടുത്തു പറയാനുള്ളത്, നമ്മൾ ആ ഒരു ഫേസ് വാഷ് അപ്ലൈ ചെയ്ത് ഫേസിലേക്ക് ഒന്ന് നല്ല മസാജ് കൊടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു തണുപ്പ്, നല്ലൊരു കൂളിംഗ് ആണ് നമ്മുടെ ഫേസിന് കിട്ടുന്നത്. അത് മാത്രമല്ല, സ്കിന്ന് കുറച്ച് ബ്രൈറ്റ് ആക്കിയതുപോലെ എനിക്ക് ആ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തപ്പോൾ തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല മണവും അതുപോലെ തന്നെ നല്ല ടെക്സ്ചറും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹിമാലയയുടെ അലോവേറ ഫേസ് വാഷ്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഫേസ് വാഷ് വാങ്ങാൻ താല്പര്യമുള്ളവർ, അതുപോലെ തന്നെ ഹിമാലയ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫാൻസ് ആയിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു ഫേസ് വാഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ എൻ്റെ സ്കിൻ കെയറും പോട്ടെ, എൻ്റെ സ്കിൻ ടൈപ്പിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നുപോയി. അപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് വരുന്നത് ഓയിലി സ്കിന്നാണ്. പക്ഷേ എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ആവുന്ന ഒരു ഫേസ് വാഷ് ആണ് ഹിമാലയയുടെ ഫേസ് വാഷ് എന്ന് പറയുന്നത്. ഹിമാലയയുടെ അലോവേറ ഫേസ് വാഷ്, അത് നല്ല അടിപൊളി ഫേസ് വാഷ് ആണ്. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫേസ് വാഷ് വാങ്ങാൻ താല്പര്യമുള്ളവർ മസ്റ്റായിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതായിട്ട് തോന്നിയ ഒരു ഫേസ് വാഷ് ആണ് അത്. സൂപ്പർ ഫേസ് വാഷ് ആണ്. അപ്പം ഞാൻ അതിൻ്റെ പിക്ചറും ഈ ഒരു സൈഡിൽ കൊടുക്കാം. 100 രൂപയ്ക്ക് താഴെ വരുന്നുള്ളൂ. ഇനി നമുക്ക് ഹിമാലയയുടെ ഫേസ് വാഷ് ഞാൻ കുറേ നാൾ യൂസ് ചെയ്തു കേട്ടോ.
പിന്നെ ഞാൻ 100 രൂപ കൂടുതൽ വില വരുന്ന ഫേസ് വാഷൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ ആ ഒരു ഫേസ് വാഷിനെ കുറിച്ച് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ 100 രൂപയ്ക്ക് താഴെ വരുന്ന ഫേസ് വാഷ് ആണല്ലോ. സോ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ 100 രൂപയ്ക്ക് താഴെ യൂസ് ചെയ്ത മറ്റ് ഫേസ് വാഷുകളാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്തത് പോൺസിൻ്റെ ഫേസ് വാഷാണ്. പോൺസിൻ്റെ ചാർക്കോൾ ഫേസ് വാഷ്. അതൊക്കെ കുറേ ട്രെൻഡിങ് ആയിട്ട് ഈ ഇടയ്ക്ക് പോൺസായിട്ട് കുറേ ഫേസ് വാഷുകളൊക്കെ ഇറക്കിയല്ലോ. അപ്പോൾ പോൺസിൻ്റെ ചാർക്കോൾ ഫേസ് വാഷ് ഞാൻ മേടിച്ചിട്ട് 1 ടൈം തന്നെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഫേസിൽ പിമ്പിൾസ് വരുന്നതായിട്ട് എനിക്ക് തോന്നിയെന്നല്ല, പിമ്പിൾസ് വന്നു. വാഷ് ചെയ്തപ്പോൾ ഫേസ് വാഷ് പോൺസിൻ്റെ ചാർക്കോൾ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഫേസിൽ കുറേ പിമ്പിൾസ് വന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാൻ നിന്നില്ല. ഞാൻ നേരെ ആ ഒരു ഫേസ് വാഷ് എൻ്റെ ചേട്ടന് കൊടുത്തു. കാരണം എല്ലാവരുടെയും സ്കിന്നിൽ ഒരേപോലെ വർക്ക് ആവണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചേട്ടന് കൊടുത്തു. പക്ഷെ ചേട്ടന് കുഴപ്പമില്ലായിരുന്നു, പിമ്പിൾസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ആ ഒരു പോൺസിൻ്റെ ചാർക്കോൾ ഫേസ് വാഷ് ഒഴിവാക്കി. ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് പണി കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഒഴിവാക്കുക. വീണ്ടും അത് യൂസ് ചെയ്യാനോ ട്രൈ ചെയ്യാനോ നിൽക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ എനിക്കൊരു പണി കിട്ടിയ ഒരു ഫേസ് വാഷാണ് പോൺസിൻ്റെ ചാർക്കോൾ ഫേസ് വാഷ്. പക്ഷെ നിങ്ങൾക്കും സെയിം പണി കിട്ടണമെന്നില്ല. ചിലപ്പോൾ ചിലർക്ക് സെയിം പണി കിട്ടിയേക്കാം. അപ്പം അങ്ങനെ പോൺസിൻ്റെ ചാർക്കോൾ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് പണി കിട്ടിയവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ അടുത്തത് വരുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തൊരു ഫേസ് വാഷ്. അതായത് എൻ്റെ കറണ്ട് ഫേവറേറ്റ് ഫേസ് വാഷ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫേസ് വാഷ്. ഞാൻ കറൻ്റ്ലി ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് വാഷാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അത് ഓൾറെഡി ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഏതാണെന്നൊക്കെ. ചിലരൊക്കെ അതൊക്കെ കണ്ടിട്ട് വന്നിട്ടുള്ളവരും ആയിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പം ഞാൻ പോൺസിൻ്റെ തന്നെ ഫേസ് വാഷാണ് ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മേളിൽ എന്തോ ഡൈ വീണ കേട്ടോ, വേറൊന്നുമല്ല, ഇങ്ങനെയല്ല, ഇതിൻ്റെ മേളിൽ കൂടെ ഡൈ വീണുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇതിൻ്റെ വില വരുന്നത് 98 രൂപയാണ്. 98 റുപ്പീസാണ് ഇതിന് വരുന്നത്. പോൺസിൻ്റെ ബ്രൈറ്റ് ബ്യൂട്ടി ഫേസ് വാഷ് ആണ്. ആൻറ്റി ഡൾനെസ് ഫേസ് വാഷ് ആണ്. ക്ലിനിക്കലി പ്രൂവൻസ് ആണ്. ബ്രൈറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രൈറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട്. ഹിമാലയയുടെ അതേ ഒരു എഫക്റ്റ് ആണ് എനിക്ക് ഈ ഒരു ഫേസ് വാഷിലും തോന്നിയത്. നല്ലൊരു കൂളിംഗ് ഉണ്ട്. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു കൂളിംഗ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഫേസ് വാഷ് വളരെയധികം ഇഷ്ടമാണ്. എനിക്ക് ഈ ഒരു ഫേസ് വാഷ്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. നല്ല കൂൾനെസ്സും കിട്ടുന്നുണ്ട് ഈ ഒരു ഫേസ് വാഷ് എനിക്ക് യൂസ് ചെയ്യുമ്പോൾ. അപ്പം ഞാൻ ഈ ഒരു ഫേസ് വാഷ് ഒന്ന് യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് പോലും ഇല്ല. സോ ഞാനൊന്ന് ഫേസ് ഒന്ന് നനച്ചു കൊടുത്തിട്ട് വരാവേ. ഫേസിൽ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫേസ് വാഷ് ഇട്ട് നോക്കാം. ഇതിൻ്റെ പ്രൊമോഷൻ വീഡിയോ ഒന്നുമില്ല അല്ല കേട്ടോ, ഞാൻ എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ തന്നെയാണ് പറയുന്നത്. പ്രൊമോഷൻ വീഡിയോ ആണെങ്കിൽ ഞാൻ പോൺസിൻ്റെ ചാർക്കോൾ ഫേസ് വാഷിനെ കുറിച്ച് ഞാൻ കുറ്റം പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാനിത് കുറച്ചെടുക്കുന്നുണ്ട്. ഇത്രയും മാത്രമേ എടുക്കുന്നുള്ളൂ. നല്ല ഫോമിങ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. അധികം ഒന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നല്ല ഫോമിങ് ആണ്, കാണാൻ പറ്റും. നല്ലൊരു കൂളിംഗ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നല്ലൊരു കൂളിംഗ് കിട്ടുന്നുണ്ട്. നന്നായിട്ടൊരു 2 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്യുക. സർക്കുലർ മോഷനിൽ നന്നായിട്ട് ഫേസ് ഒന്ന് മസാജ് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങളുടെ ഫേസിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്യുക. അപ്പോൾ ഗൈസ് 2 മിനിറ്റ് ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ഇട്ട് മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാവേ. അപ്പം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൈറ്റ്നെസ് എൻ്റെ ഒരു ഫേസിന് വന്നിട്ടുണ്ട്. നല്ലൊരു റിഫ്രഷ്മെൻറ്റ്, നല്ലൊരു കൂളിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് എല്ലാം നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ ലേഡി സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നെക്സ്റ്റ് ഇനി നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ബെസ്റ്റ് മോയ്സ്ചറൈസർ ഏതാണെന്നും എല്ലാം ഞാൻ പറയുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഡോണ മരിയ ബിജു എന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ പേര്. ഞാനിവിടെ കൊടുത്തേക്കാം. വേണമെങ്കിൽ ഞാനിവിടെ എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൻ്റെ ഒരു പിക്ക് ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ കയറി ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് എന്നോട് ഡൗട്ട് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം. ബൈ ബൈ.